പിന്നെ അച്ഛനോടാ പ്രിയം. അത് ശരിയാ. അമ്മയോട് അത്ര പോരാ. ശ്ശോ. ആ, സ്വാമി അമ്മയ്ക്ക് കാശ് കൊടുത്തേ. ഇതിൽ കൂടുതൽ എന്താ സ്വാമിയെ കുറിച്ച് പറയാനുള്ളത്? അമ്മ പറഞ്ഞതൊക്കെ കറക്റ്റാ. എടോ, ഇത് ചുമ്മാ പറഞ്ഞു നോക്കുന്നല്ലേ. വലിച്ചാ വലിച്ചു, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായം പറയും ഇല്ലേ? അത് ശരിയാവില്ല. അമ്മയോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു, അമ്മ 3-4 കാര്യം പറഞ്ഞു. എല്ലാം കറക്റ്റുവാ. പൈസ കൊടുത്തേ. അയ്യോ, രാജസ്വാമി ഇത് എന്ത് കാണിക്കുന്നു? ഇതാ കൊടുക്ക. പക്ഷെ ഇപ്പോ ഗംഗയിൽ മുങ്ങി കുളിച്ചതുപോലെ പരിശുദ്ധി ഉള്ളവനാ. അതിന്റെ കാരണക്കാരി മോളാണ്. ആ കാശ് കൊടുത്തതിന്റെ നന്ദിയാ. മുഖലക്ഷണം കള്ളം പറയില്ല സാറേ. ഉം. ഈ കൊച്ചു സാറിന്റെ ഐശ്വര്യ. ഇപ്പൊ സാർ ഏതു വഴിയിലാണോ നിൽക്കുന്നത് അവിടുന്ന് മുകളിലോട്ടും മാത്രമേ പോകൂ. ഭാഗ്യജാതകമായി ഈ കൊച്ചിൻ്റെത്. പറ പറ, ബാക്കിയോടെ പറ, കേക്കട്ടെ. നല്ല രസമുണ്ട്. പരമശിവനും പാർവതിയും പോലെ, വിഷ്ണുവും ലക്ഷ്മിയും പോലെ ആടിപ്പാടി ആനന്ദിച്ച് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷേ തടസ്സങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. തടസ്സങ്ങളുണ്ട്. അത് മറികടക്കാനുള്ള കഴിവ് ഭഗവാൻ മോന് തന്നിട്ടുണ്ട്. ഭാവിയിലെ ഉത്തമനായൊരു പുത്രനും ഉത്തമയായൊരു പുത്രിയും രണ്ടുപേർക്കും ഉണ്ടാകുമെന്നാണ് ലക്ഷണത്തിൽ കാണുന്നത്. നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോളെ, ഇതിൽ കൂടുതൽ ലക്ഷണം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ മക്കളുമൊത്ത് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനിയും തുടങ്ങേണ്ടിയിരിക്കുന്നു.